ഒരു തെറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ എന്റെ റബ്ബിനോട് ചെയ്തല്ലോ എന്ന് ശരിക്കും ഖേദം ഹൃദയത്തിലുണ്ടാവുക. ആ തെറ്റ് ഒരിക്കലും എനിക്ക് ചെയ്യുകയില്ല. എത്ര സാഹചര്യം കിട്ടിയാലും, എന്തെല്ലാം പ്രകോപനങ്ങൾ ഉണ്ടായാലും, പ്രലോഭനങ്ങൾ ഉണ്ടായാലും ആ തെറ്റ് ഞാൻ ചെയ്യുകയില്ല എന്ന ദൃഢനിശ്ചയമാണ്. അതോടൊപ്പം ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായി വിട്ടൊടിഞ്ഞു നിൽക്കലുമാണ്. ഇങ്ങനെയാകുമ്പോഴേ തൗബയാവുകയുള്ളൂ. നമ്മളെ പള്ളിയിലെ ഉസ്താദുമാരോ മറ്റുള്ളവരോ ചൊല്ലിത്തരുന്നത് ചൊല്ലിയത് കൊണ്ട് മാത്രം, അതുകൊണ്ട് മാത്രം തൗബയാവുകയില്ല എന്നും നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സർവ്വ പാപങ്ങളും പൊറുത്തു തരട്ടെ. നിങ്ങൾ ഓർത്തു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മാപ്പ് ചെയ്യാനാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചറിയില്ലേ? ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ്? തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതലൊന്നും ചിന്തിച്ചില്ല. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് ഓർത്തില്ല. എന്റെ പ്രിയപ്പെട്ട ഭാര്യ ബീവി ആയിഷയാണ്. 18 വയസ്സ് പ്രായമല്ലേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഭാര്യയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ പലർക്കും പേടിയാണ്. എങ്ങനെ പറയാ? മക്കളെന്താ വിചാരിക്കുക? ഉമ്മെന്താ വിചാരിക്കുക? വാപ്പെന്താ വിചാരിക്കുക? സ്വന്തക്കാരെന്താ വിചാരിക്കുക? എന്നൊക്കെ പല മാനക്കേടുകളും നമുക്ക് തോന്നും. പക്ഷേ മുത്തുനബി അല്ല, അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാരാ? അവിടുന്ന് ഒരൊറ്റ വാക്കിന് മറുപടി, എന്റെ ആയിഷയാണ്. വീണ്ടും ചോദ്യകർത്താവ് തുടർന്നു, ആണുങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമാരാണ്? ആണുങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? ബഹുമാനപ്പെട്ട മുത്തുനബി മറുപടി പറഞ്ഞു, അബൂഹാ, ആയിഷ ബീവിന്റെ ഉപ്പയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ് എന്ന് പറയാതെ അതിന് മറ്റൊരു രൂപമാണ് സ്വീകരിച്ചത്. അത് ബഹുമാനപ്പെട്ട ആയിഷ ബീവിന്റെ ഉപ്പയാണ്. അത്രയ്ക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരിയായ വഫാത്തിന്റെ സമയത്ത് 18 വയസ്സ് പ്രായമുള്ള ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. പിന്നീട് 40 കൊല്ലം ബഹുമാനപ്പെട്ട ആയിഷ